ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമമായി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ ഭീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പി കെ ബഷീർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പി കെ ബഷീർ ഏറനാടിന്റെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ്. ഒരുപക്ഷെ പകരക്കാരനില്ലാത്ത നേതാവ്, ഏറനാടിന്റെ പകരക്കാരനില്ലാത്ത നേതാവ് എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതിലൊക്കെ ചില അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി വലിയ മുറവിളി ഉയർന്നത് നമ്മൾ കണ്ടു. ഒടുവിൽ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നുള്ളത് അണികൾക്ക് വലിയ ആവേശമായി മാറി. മുൻ ഗവൺമെൻറ് ചീഫ് പി സീതി ഹാജി, മുൻ MLA കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. അപ്പോൾ പിതാവിന് ലഭിക്കാതിരുന്നത് അദ്ദേഹത്തിന് ലഭിക്കുന്നു, പുത്രന് ലഭിച്ചു എന്നതുകൂടി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. MSF-ലൂടെ തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇപ്പോൾ 4 പ്രാവശ്യമാണ് ഏറനാട് നിന്ന് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചെത്തിയത്. ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവന്ന ജനപ്രതിനിധി കൂടിയാണ് പി കെ ബഷീർ. അദ്ദേഹം പകരക്കാരനില്ലാത്ത ഏറനാടിന്റെ സുൽത്താനാണ്. അദ്ദേഹം ഇത്തവണ നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് അണികൾ എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.